സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഴ്ചയിൽ 2 എന്നുള്ള രീതിയിൽ ഇവിടെ വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാലാകാലങ്ങളായി ഇത് നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളാണ്. അത്രത്തോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമസഭയിൽ മന്ത്രിയുടെ ഈ വിശദീകരണം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇടുക്കി പെരുവന്താനത്തിന് പിന്നാലെ വയനാട് നൂൽപ്പുഴയിലും കാട്ടാനാക്രമണം ഉണ്ടായി. അതിലും ഒരാൾക്ക് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. തമിഴ്നാട് വെള്ളരിക്കോളനി നിവാസി മാനുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം. നാട്ടുകാരുടെ പ്രതിഷേധം അയഞ്ഞതോടെ മാനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. നിലവിൽ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ആക്രമണത്തിനിടയിൽ ഭയന്നോടിയ മാനുവിന്റെ ഭാര്യ ചന്ദ്രികയെ കണ്ടെത്തി. ഇവരെ വൈദ്യസഹായം നൽകുന്നതിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാനുവും ഭാര്യയും കടയിൽ പോയി മടങ്ങുമ്പോഴാണ് കാട്ടാനാക്രമണമുണ്ടായത്. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? സേതുലക്ഷ്മി, ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ ഇപ്പോഴും പ്രതിഷേധം നാട്ടുകാർ തുടരുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് അവർക്ക് വിശ്വാസയോഗ്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ല എന്നതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ഈ സംബന്ധിച്ച് DFO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടില്ല. റവന്യൂ അധികാരികൾ, ജില്ലയുടെ റവന്യൂ അധികാരികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തുന്നില്ല. പ്രാഥമികമായി താലൂക്ക് തലത്തിലുള്ള വില്ലേജ് റവന്യൂ അധികാരികളും മറ്റും ഫോറസ്റ്റ് റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിയത്, ഇവരുമായി ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത അധികാരികൾ ഉറപ്പ് വേണമെന്ന ആവശ്യം ഇപ്പോഴും ഈ ഉന്നതിയിലെ ആളുകളും ഇവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നാട്ടുകാരും ബന്ധുക്കളും അനുവദിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ ഈ പുനരധിവാസത്തിലടക്കം കൃത്യമായ ഒരു ഉറപ്പ്, ഒരു നടപടി ഉണ്ടാകണം. അതാണോ, അതോ ഇനി മറ്റ് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം, ഈ ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും ആ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ ഇവിടെ പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള ചില ആശങ്കകളുണ്ട്. ഈ ഉന്നതിയിലെ കപ്പാട് ഉന്നതിയിലെ ഈ മാനു താമസിക്കുന്ന വീട് ഉൾപ്പെടെ 3 വീടുകളാണ് അവിടെ നിലവിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ മാനുവിന്റെ വീടല്ല. ഈ വീടുകളൊക്കെ പല ഘട്ടങ്ങളായ ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകൾ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ 3 വീടുകളിൽ 5ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. നിലവിൽ അവിടെ 20ഓളം വീടുകളും അത്തരം കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഉന്നതിയാണ്. വനം വകുപ്പിന്റെ ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അനുസരിച്ച് ഇതിന് ഈ ഉന്നതികൾക്ക് സമീപമുള്ള പൊതു ഇടങ്ങൾ, ജനറൽ വിഭാഗത്തിൽപ്പെട്ട പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസം പദ്ധതിയുടെ ഭാഗമായി അവരെല്ലാം ഒഴിഞ്ഞു പോയതോടെ ഈ ഉന്നതി കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. കൂടുതൽ ആ പ്രദേശമൊക്കെ കൂടുതൽ വനമായി അങ്ങനെ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഈ ഉന്നതിവാസികളെ പുനരധിവസിപ്പിക്കാൻ യാതൊരു നടപടിയിലേക്കും വനംവകുപ്പോ ബന്ധപ്പെട്ട പട്ടികവർഗ വകുപ്പോ പോയില്ല എന്നതാണ് ഏറ്റവും കുറ്റകരമായ കാര്യം. സാങ്കേതികത്വം മാത്രമാണ് ഇതിൽ പറയുന്ന കാര്യം. ഈ ഉന്നതിയിലെ ആളുകളുടെ പേരിൽ ഭൂമിയില്ല. ഈ പദ്ധതി അനുസരിച്ച് ഭൂമി വനംവകുപ്പിന് കൈമാറി വനംവകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയില്ലാത്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ഇത്തരത്തിൽ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരെ പുറത്തേക്ക് മാറ്റാൻ കഴിയില്ല എന്ന ന്യായീകരണമാണ് വകുപ്പ് സാങ്കേതികമായി പറയുന്നത്. ഈ സാങ്കേതികത്വം തന്നെയാണ് ഇത്തരത്തിൽ ഈ വനവാസികളുടെ അല്ലെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്ന് തന്നെ വ്യക്തമായി പറയാം. വെറും സാങ്കേതിക മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ളത്. പട്ടികവർഗ വകുപ്പിന് മുൻകൈയെടുത്ത് ഇത്തരം ദുർഘട സാഹചര്യത്തിൽ കഴിയുന്ന വനത്തിനുള്ളിൽ കഴിയുന്ന ആളുകളെ തന്നെ പുറം ലോകത്തേക്ക്, പുറം ഭാഗങ്ങളിലേക്ക് പുനരധിവസിക്കാമെന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പൊ നിലവിൽ ഉയരുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഉറപ്പ് നൽകണം. ഇപ്പോഴും ഇനിയും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട യാതൊരു വിശദീകരണങ്ങളും നൽകുന്നില്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. ഇനിയും അപകടങ്ങളുണ്ടാവും. ആ സമയത്ത് മാത്രം ന്യായീകരണങ്ങളും വിശദീകരണങ്ങളുമായി ഉറപ്പ് നൽകി പോകും. പിന്നീട് ഇത്തരം ആളുകളെ കാണുന്നില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആശങ്ക. ഈ ആശങ്ക തന്നെയാണ് മൂക്കുത്തിക്കുന്നിലെ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകളും പറയുന്നത്. ഈ പുനരധിവാസം പ്രായോഗികമല്ല. പ്രായോഗികമായി ഈ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ എന്നത് പ്രായോഗികമല്ല. ആ പണം കൊണ്ട് പുറത്ത് ഒരു വീടും സ്ഥലവും കണ്ടെത്തി ജീവിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബങ്ങളെ വനത്തിൽ തന്നെ ഉപേക്ഷിച്ച രീതിയിൽ വകുപ്പുകൾ പെരുമാറുന്നത്. മന്ത്രി ഉൾപ്പെടെ കൈമലർത്തുന്ന നിസ്സഹായത പറയുന്ന ഈ സാഹചര്യത്തിൽ തങ്ങൾ എന്ത് ചെയ്യണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ചോദ്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സേതുലക്ഷ്മി. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാനുവിന്റെ
ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമുണ്ട്. ഒപ്പം മാനുവിന്റെ ഭാര്യ ചന്ദ്രികയെ കണ്ടെത്തി, പേടിച്ച് വിറച്ച നിലയിൽ കണ്ടെത്തിയ ചന്ദ്രികയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.